പാലായുടെ സ്വന്തം മാവേലി 32 വർഷത്തെ സേവനത്തിന് ശേഷം നഗരസഭയുടെ പടിയിറങ്ങി. പാലാ നഗരസഭയിലെ ഓണാഘോഷങ്ങളിലും സാംസ്കാരിക പരിപാടികളിലും സ്ഥിരമായി മാവേലി വേഷം കെട്ടി നാട്ടുകാർക്ക് സുപരിചിതനായ TM ഷാജിയാണ് ജോലിയിൽ നിന്നും വിരമിച്ചത്. ഓലക്കുടയും കിരീടവും ആടയാഭരണങ്ങളും അണിഞ്ഞ് കട്ടിമീശയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മന്ദഹാസവുമായി ഓണക്കാലത്ത് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്ന ഷാജി 32 വർഷമായി നഗരസഭയിലെ ജീവനക്കാരനാണ്. തുറവൂർ സ്വദേശിയായ ഷാജി റോഡ് റോളർ ഡ്രൈവറായാണ് നഗരസഭയിലെത്തുന്നത്. താൽക്കാലിക ജീവനക്കാരനായി ജോലി തുടങ്ങിയ ഷാജിക്ക് പിന്നീട് സ്ഥിരം നിയമനം ലഭിച്ചു. ബെറ്റി ഷാജു ചെയർപേഴ്സണായിരുന്നപ്പോൾ സ്ഥിര നിയമനം ലഭിച്ച ഷാജു തുരുത്തേൽ ചെയർമാൻ സ്ഥാനത്തിരിക്കുമ്പോഴാണ് നഗരസഭയിൽ നിന്നും വിരമിക്കുന്നത്. പിന്നെ രാവും പകലും ഇല്ലാതെ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ട് അത് കഴിഞ്ഞ് 2017 തൊട്ട് ടൗൺ ഹാളിലായിരുന്നു. 20 ഫെബ്രുവരി വരെ ടൗൺ ഹാളിലായിരുന്നു. ഇന്നത്തെ നിങ്ങൾ ഏറ്റവും കൂടുതലൊരു കണ്ടേക്കുന്നത് ഓണാഘോഷത്തിലെ സമയത്തൊക്കെ മാവേലിയുടെ വേഷം കിട്ടുന്നുണ്ടല്ലോ. അത് ഏറ്റവും കൂടുതൽ തന്നെ ഒരു തുറവൂർ കലാരംഗം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് എൻ്റെ നാട്ടിൽ. അവർ മാവേലി തിരക്കി കിടന്നിട്ട് കിട്ടാഞ്ഞിട്ട് എന്നെ പിടിച്ച് വേഷം കിട്ടും. അത് കെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി. പിന്നെ അതിൻ്റെ പുറകെ ഞാൻ ഇപ്പോഴാണ് 30 വർഷത്തിനടുത്തായി മാവേലി കെട്ടുന്നത്. ആ കാലഘട്ടത്തിൽ തൃപ്പൂണിത്തറ അത്തച്ചമ്മ അന്ന് അവിടുത്തെ ഗവർണറായിരുന്ന സദാശിവൻ സാറ് അച്യുതാനന്ദൻ്റെ കൂട്ടത്തിൽ, അതുപോലെ തന്നെ പിണറായി വിജയൻ, മോഹൻലാലും മമ്മൂട്ടി അവരുടെ കൂട്ടത്തിലെല്ലാം നിന്ന് പരിപാടി ഇത്തവണത്തെ അത്തച്ചമയത്തിന്. പിന്നെ പാലാ നഗരസഭയുടേത് മാവേലി സ്ഥിരം മാവേലിയാണ്. ഓണക്കാലത്ത് പാലായിൽ മാത്രമല്ല തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിലടക്കം നിരവധി വേദികളിൽ ഷാജി മാവേലിയായി എത്താറുണ്ട്. തുറവൂർ കലാസംഘത്തിനു വേണ്ടി ആദ്യമായി മാവേലി വേഷം കെട്ടിയ ഷാജിക്ക് അഖില കേരള മാവേലി മന്നൻ മത്സരത്തിൽ 1ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. മാവേലിയെക്കുറിച്ച് ജനമനസ്സുകളിലുള്ള രൂപഭാവങ്ങൾ വേഷപ്പകർച്ചയിലൂടെയും അംഗവിക്ഷേപങ്ങളിലൂടെയും അവതരിപ്പിച്ച് അംഗീകാരവും അഭിനന്ദനങ്ങളും നേടാൻ കഴിഞ്ഞത് ഏറെ സന്തോഷകരമാണെന്ന് ഷാജി ഓർക്കുന്നു. പാലാക്കാരുടെ മനസ്സിൽ മാവേലിയായി സ്ഥാനം പിടിച്ച ഷാജി 32 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുമ്പോൾ നഗരസഭാംഗങ്ങളും ജീവനക്കാരും ചേർന്ന് സ്നേഹനിർഭരമായ യാത്രയയപ്പ് നൽകി. മുനിസിപ്പൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ചെയർമാൻ ഷാജു തുരുത്തൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ, നഗരസഭാംഗങ്ങൾ, ജീവനക്കാരുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു.